വന്നല്ലോ മാറണം. ചാരായം നിരോധിച്ച സമയത്ത് ഞാൻ ആന്റണിയെ പോയി നേരിട്ട് കണ്ട് പറയും, എഴുതി പബ്ലിഷ് ചെയ്ത് അയക്ക് കൊടുത്ത കത്ത്. അതൊരു ഭയങ്കര വെടിയാണ്. നീ കൊറേ നേരമായി എനിക്കിട്ട് പുളക്കാൻ തുടങ്ങിയിട്ട്. നിരോധിച്ചാൽ ക്രിമിനലായ സമൂഹം ഉണ്ടാകും. നിരോധനം കൊണ്ടാണ് നാട്ടിൽ സുലഭമായി ഈ മയക്കുമരുന്ന് കിട്ടുവാണെന്ന് വെച്ചോ. ആർക്ക് വേണം എന്നത്? എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഇഷ്ടംപോലെ മദ്യം ഉണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും ദിവസവും കഴിക്കുന്നുണ്ടോ? ഇവിടെ ഗവൺമെന്റ് വിൽക്കുന്നില്ലേ? പിന്നെന്താ, സുലഭമായി കിട്ടിയാൽ മേടിക്കുമെന്നാണല്ലോ സിദ്ധാന്തം. സത്യത്തിൽ താൻ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ? അയ്യോ സർ, ഞാൻ അഭിനയിക്കുന്നതല്ല സർ, തീർച്ചയായിട്ടും അല്ല. നാട്ടിൽ സുലഭമായി ഈ മയക്കുമരുന്ന് കിട്ടുവാണെന്ന് വെച്ചോ. ആർക്ക് വേണം എന്നത്? ഇപ്പൊ തന്നെ പൊളിക്കാട്ടാ. ഡ്രഗ്സ് ലീഗലാക്കിയാൽ ഈ പ്രശ്നങ്ങൾ തീരുമോ, അല്ലെങ്കിൽ അത് നോർമലൈസ് ചെയ്യുന്നത് ശരിയാണോ? കേട്ടോ, മനുഷ്യ ശരീരം ഒരു വ്യക്തിക്കും സമൂഹത്തിനും ദ്രോഹമാകുന്ന ഒന്നും ലീഗലൈസ് ചെയ്യാൻ പാടില്ല. അതാണ് എൻ്റെ പോളിസി. ഒരു വ്യക്തിക്ക് അയാളുടെ ആരോഗ്യത്തിന്, അയാളുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിനും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും ദോഷകരമാകുന്നു എന്ന് ശാസ്ത്രം പറയുന്നുണ്ടെങ്കിൽ, അത് സമൂഹത്തിന് ദോഷകരമാണെന്ന് സാമൂഹ്യശാസ്ത്രം പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. അത് കുഴപ്പമില്ല, അത് അപകടകാരിയല്ല, അത് സമൂഹത്തിന് ദോഷം ഉണ്ടാകുന്നില്ല എന്നാണെങ്കിൽ ലീഗലൈസ് ചെയ്തോളൂ. അതാരാണ് തീരുമാനിക്കേണ്ടത്? ഞാനീ പറഞ്ഞ മെഡിക്കൽ സയൻസ് അറിയുന്നവരും ഈ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുമാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? അത് സമൂഹത്തിൽ അതിനൊക്കെയുള്ള സംവിധാനം. നമ്മൾ ഈ സാമൂഹ്യശാസ്ത്രം പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കിയാൽ പോരല്ലോ. IIT-കളും വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക. അവർ പഠിച്ചിട്ട് റിപ്പോർട്ട് പറയട്ടെ, അവരോട് ചോദിക്കേ. ഇവിടുത്തെ രാഷ്ട്രീയക്കാരനല്ലോ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഒരു പാലം പണിയുമ്പോൾ എത്ര കമ്പി ഇടണമെന്ന് രാഷ്ട്രീയക്കാരനല്ലല്ലോ തീരുമാനിക്കുന്നത്, എഞ്ചിനീയർ അല്ലേ. റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ ഏതാണ് ഇന്ധനം ഉപയോഗിക്കേണ്ടതെന്ന് രാഷ്ട്രീയക്കാർ, പ്രധാനമന്ത്രി അല്ലല്ലോ തീരുമാനിക്കുന്നത്. ISRO അല്ലേ, ശാസ്ത്രജ്ഞന്മാരല്ലേ. അങ്ങനെയുണ്ട് ഇത്തരം വിഷയങ്ങളിൽ അതിന് അഭിപ്രായം പറയാൻ കഴിയുന്ന ആളുകൾ അഭിപ്രായം പറയട്ടെ, അവരോട് അഭിപ്രായം ചോദിക്കണം, അവരുടെ കമ്മിറ്റി ഫോം ചെയ്യണം. അത്തരം കാര്യങ്ങളിൽ പഠിച്ചിട്ടുള്ള മറ്റ് രാജ്യങ്ങളുടെ റിപ്പോർട്ട്സ് എടുക്കാൻ ഇന്നത്തെ കാലത്ത് എവിടെയെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇന്റർനെറ്റിൽ എവിടെയാണ് ഇത് പബ്ലിഷ് ചെയ്ത ഈ റിസർച്ച് ചെയ്ത പേപ്പറുകൾ കിട്ടിയാലാത്തെ? അപ്പം ഇതിനൊക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം വേറെയല്ലേ? ഇതൊന്നും യഥാർത്ഥത്തിൽ നടപ്പാകാതിരിക്കാൻ വേണ്ടിയിട്ടല്ല. എനിക്കിഷ്ടപ്പെട്ട ആളുകളെ ഞാൻ സംരക്ഷിക്കും, എനിക്കിഷ്ടപ്പെടാത്തവരെ ഞാൻ തകർക്കും. അത്രേ ഉള്ളൂ ഇതിനകത്തെ കാര്യം. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.